യമനിൽ കൊലക്കേസിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയ്ക്ക് മാപ്പില്ലെന്ന് കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം. കൊല്ലപ്പെട്ട യമൻ സ്വദേശി തലാലിന്റെ സഹോദരനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും അംഗീകരിക്കില്ലെന്നും ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്നും സഹോദരൻ വ്യക്തമാക്കി. സാമൂഹിക മാധ്യമത്തിലൂടെയും അദ്ദേഹം ഇക്കാര്യം ആവർത്തിച്ചു. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവെച്ചെന്ന ഉത്തരവ് പുറത്തുവരുന്നതിന് തൊട്ടുമുമ്പാണ് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹ്ദി BBC അറബിക്കിന് നൽകിയ അഭിമുഖത്തിൽ കുടുംബത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത്. ക്രൂരമായ കുറ്റകൃത്യം കൊണ്ട് മാത്രമല്ല, ഏറെ നീണ്ടുനിന്ന നിയമവ്യവഹാരം കാരണവും കുടുംബമേറെ പ്രയാസം അനുഭവിച്ചു. അനുരഞ്ജന ശ്രമങ്ങളെക്കുറിച്ചുള്ള തങ്ങളുടെ നിലപാട് വ്യക്തമാണ്. ദൈവത്തിന്റെ നിയമം നടപ്പാക്കണമെന്ന് തങ്ങൾ നിർബന്ധിക്കുന്നു. വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും അംഗീകരിക്കില്ല. ഇന്ത്യൻ മാധ്യമങ്ങളിൽ കുറ്റവാളിയെ ഇരയായി ചിത്രീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. സത്യത്തെ വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങളിലും വിഷമമുണ്ട്. എന്തു തർക്കമായാലും എന്തു കാരണം കൊണ്ടായാലും ഒരു കൊലപാതകത്തെ ഒരിക്കലും ന്യായീകരിക്കാനാകില്ലെന്നും സഹോദരൻ വ്യക്തമാക്കി. മധ്യസ്ഥ ശ്രമങ്ങളെ സംബന്ധിച്ച് ഇന്ന് കേട്ടതൊന്നും പുതിയതോ ആശ്ചര്യകരമോ അല്ലെന്നും വർഷങ്ങൾക്കിടെ പല മധ്യസ്ഥ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഈ സമ്മർദ്ദങ്ങൾ തങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളുടെ ആവശ്യം വ്യക്തമാണ്. ഇപ്പോൾ നിർഭാഗ്യവശാൽ വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചു. എന്തായാലും ഏതുതരത്തിലുള്ള അനുരഞ്ജനത്തിനും ഞങ്ങൾ പൂർണ്ണമായും വിസമ്മതം അറിയിക്കുന്നു. വധശിക്ഷ നടപ്പാക്കും വരെ ഇതിനെ പിന്തുടരും. എത്ര കാലതാമസമെടുത്താലും ഒരു സമ്മർദ്ദവും പിന്തിരിപ്പിക്കില്ലെന്നും സഹോദരൻ പറഞ്ഞു. മരണത്തേക്കാൾ എത്രയോ ഭയാനകമാണ് മരണം കാത്തുകിടക്കുന്നത്. മെഹദിയുടെ കുടുംബം ദിയാദനം വാങ്ങിയോ അല്ലാതെയോ മാപ്പ് കൊടുക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ വധശിക്ഷ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. മെഹദിയുടെ കുടുംബത്തിന് ഒരു നല്ല മനസ്സ് ഉണ്ടാവട്ടെയെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിമിഷപ്രിയയുടെ തിരിച്ചുവരവിനായി നമുക്ക് പ്രാർത്ഥിക്കാം.